നമസ്കാരം. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ക്യാമ്പസിൽ വി.സി. ഡോക്ടർ സിസ തോമസിന് നേരെ എസ്.എഫ്.ഐ പ്രവർത്തകരുടെ കടുത്ത കയ്യേറ്റവും ആക്രമവും. വ്യാഴാഴ്ച സിൻഡിക്കേറ്റ് യോഗത്തിനെത്തിയ തനിക്കെതിരെ ഓടിയെടുത്ത സമരക്കാർ മുടിക്കുത്തിന് പിടിച്ച് വലിക്കുകയും ദേഹത്ത് മാന്തുകയും ചെയ്തതായി വി.സി. തുറന്നടിച്ചു. മുൻപ് സാങ്കേതിക സർവകലാശാല വി.സി. ആയിരുന്ന കാലം മുതൽ സിസ തോമസിനോട് ഭരണാനുകൂല അധ്യാപക വിദ്യാർത്ഥി സംഘടനകൾ പുലർത്തുന്ന രാഷ്ട്രീയ പകപോക്കലിന്റെ തുടർച്ചയാണ് ഈ അതിക്രമമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം നടക്കുന്നതിനിടെ വലിയ സുരക്ഷാ സന്നാഹങ്ങളെ പോലും നിഷ്പ്രഭമാക്കിയാണ് എസ്.എഫ്.ഐ പ്രവർത്തകർ വി.സിയുടെ അടുത്തേക്ക് തള്ളിക്കയറിയത്. വി.സി. സഞ്ചരിച്ചിരുന്ന ഔദ്യോഗിക വാഹനം തടഞ്ഞു നിർത്തുകയും അടിച്ചു തകർക്കുകയും ചെയ്തു. ക്രൂരമായ ശാരീരിക അക്രമത്തിന് ഇരയായ വി.സിയുടെ ദേഹത്ത് പോറലും മുറിവുകളും പറ്റിയിട്ടുണ്ട്. ആക്രമണത്തിൽ ഔദ്യോഗിക വാഹനം നശിപ്പിച്ചതിനെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് ഡോക്ടർ സിസ തോമസ് വ്യക്തമാക്കി. എന്നാൽ വ്യക്തിപരമായ ആക്രമണത്തിൽ പോലീസിൽ പ്രത്യേക പരാതി നൽകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് അവർ അറിയിച്ചു. സംഭവം നടന്ന് ജോലി തിരക്കുകൾ കഴിഞ്ഞ് മടങ്ങാൻ ഏറെ വൈകിയതിനാലാണ് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാകാതിരുന്നതെന്നും വി.സി. മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതിഷേധത്തിന്റെ പേരിൽ സർവകലാശാല ഗേറ്റിന് സമീപം വി.സിയുടെ പ്രതീകാത്മക ശവസംസ്കാര ചടങ്ങുകൾ നടത്തിയത് ക്യാമ്പസിലും പൊതുസമൂഹത്തിലും വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. പോലീസ് തീർത്ത സുരക്ഷാ വലയം ഭേദിച്ചാണ് അക്രമികൾ വി.സിക്ക് നേരെ പാഞ്ഞെടുത്തത്. ഒരു വനിതാ വി.സിക്ക് നേരെ ക്യാമ്പസിനുള്ളിൽ നടമാടിയ ഈ ക്രൂരതയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യം മാത്രമാണെന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം. 2019 മുതലുള്ള വിദ്യാർത്ഥികൾക്ക് ബിരുദ സർട്ടിഫിക്കറ്റുകൾ സർവകലാശാല നൽകിയിട്ടില്ലെന്ന കാരണം ചൂണ്ടിക്കാണിച്ചാണ് എസ്.എഫ്.ഐ സമരം സംഘടിപ്പിച്ചത്. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇല്ലാത്ത ഇത്രയും വലിയ പ്രതിഷേധം ഇപ്പോൾ പൊടുന്നനെ ഉയർന്നു വന്നതിനു പിന്നിലെ ഉദ്ദേശശുദ്ധിയെ വി.സി. ചോദ്യം ചെയ്തു. സർട്ടിഫിക്കറ്റ് വിതരണ തടസ്സം പരിഹരിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഗസ്റ്റ് അധ്യാപക നിയമനം പൂർത്തിയാക്കുക, ബിരുദ സർട്ടിഫിക്കറ്റുകൾ സമയബന്ധിതമായി വിതരണം ചെയ്യുക, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ 25 ദിവസമായി എസ്.എഫ്.ഐ സർവകലാശാലയിൽ സമരം നടത്തിവരികയായിരുന്നു. എന്നാൽ ഈ സമരത്തിന്റെ മറവിൽ വി.സിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും കായികമായി നേരിടാനുമാണ് സംഘടന ശ്രമിച്ചതെന്നാണ് തെളിയുന്നത്. അതിനിടെ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ വിചിത്രമായ വാദങ്ങളുമായി എസ്.എഫ്.ഐ നേതൃത്വം രംഗത്ത് വന്നിട്ടുണ്ട്. തങ്ങൾ നടത്തിയത് വി.സിയുടെ പ്രതീകാത്മക ശവസംസ്കാര ചടങ്ങല്ലെന്നാണ് സംഘടനയുടെ അവകാശവാദം. തിയേറ്റർ പഠന വകുപ്പിൽ പ്രവർത്തനരഹിതമായ സ്പോട്ട് ലൈറ്റുകൾ മരിച്ചതായി പ്രതീകാത്മകമായി അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്ന് എസ്.എഫ്.ഐ ജില്ലാ സെക്രട്ടറി ആശിഷ് എസ് ആനന്ദും യൂണിറ്റ് സെക്രട്ടറി എ ശ്യാമും പ്രസ്താവനയിലൂടെ വാദിച്ചു. എന്നിരുന്നാലും മുൻപ് ഗവർണർ താൽക്കാലിക ചുമതല ഏൽപ്പിച്ചതു മുതൽ സിസ തോമസ് എന്ന ഭരണാധികാരിയോട് ഇടത് സംഘടനകൾ തുടരുന്ന കടുത്ത അമർഷമാണ് കാലടിയിൽ തെരുവ് അക്രമത്തിന്റെ രൂപത്തിൽ പുറത്തു വന്നതെന്ന് വ്യക്തമാണ്. തങ്ങളുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വഴങ്ങാത്ത ഉന്നത ഉദ്യോഗസ്ഥരെ ക്യാമ്പസുകളിൽ തടഞ്ഞുവെച്ച് കയ്യേറ്റം ചെയ്യുന്ന രീതി ഭരണകക്ഷി സംഘടന പതിവാക്കുകയാണെന്ന ആരോപണം ശക്തമാണ്. ഗസ്റ്റ് അധ്യാപക നിയമനത്തിലും സിൻഡിക്കേറ്റ് തീരുമാനങ്ങളിലും സ്വന്തക്കാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സർവകലാശാല ഭരണ നേതൃത്വത്തിന്മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമാണ് ഇത്തരം അതിക്രമങ്ങളെന്ന് UDF അനുകൂല സംഘടനകൾ ആരോപിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം അക്രമ സംഭവങ്ങൾ സർവകലാശാലയുടെ പ്രതിച്ഛായയെ തന്നെയാണ് ബാധിക്കുന്നത്. വനിതാ വി.സിക്ക് നേരെ നടന്ന കയ്യേറ്റത്തിലും വാഹനം തകർത്ത സംഭവത്തിലും പോലീസിന്റെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായെന്ന വിമർശനം ശക്തമാണ്.